ഇന്നത്തെ ഒരു സ്പെഷ്യൽ യാത്രയാണ്. ഞാനും നീലൂട്ടിനും മാത്രമായിട്ട്, അതും ആദ്യമായിട്ട് കഴക്കൂട്ടത്തു നിന്ന് ചങ്ങനാശ്ശേരിയിലോട്ട് ട്രെയിനിൽ പോകുവാണ്. കല്യാണത്തിന് മുമ്പ് എനിക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നുണ്ടെങ്കിലും എന്നെ അങ്ങനെ വിട്ടിട്ടൊന്നുമില്ല. കൂടുതലും ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ കല്യാണം കഴിഞ്ഞിട്ടാണ്. മിക്കവാറും ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോഴായിരിക്കും ഞാൻ അനീഷനോട് പറയുന്നത്, ഇന്ന് എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം, എന്നെ കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വിടുന്നു. അങ്ങനെ എത്രയോ ദിവസങ്ങൾ ഞാൻ പെട്ടെന്നുള്ള പ്ലാനിൽ വീട്ടിലോട്ടും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഞാൻ തിരിച്ച് ട്രിവാൻഡ്രത്തോട്ടും പോയിട്ടുണ്ട്. പക്ഷെ പിന്നെ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ആക്ച്വലി ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടേ ഇല്ല. ഒന്നെന്നുണ്ടെങ്കിൽ എനിക്ക് വീട്ടിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ അനീഷാൻ എന്നെ കൊണ്ടാക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ട്രെയിൻ പിടിച്ച് അങ്ങോട്ട് വന്ന് എന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. തിരിച്ചു പോകുമ്പോഴും ഇതുപോലെ തന്നെ. ഇന്നേ വരെ അനീഷേട്ടനോ അച്ഛനോ അമ്മയോ ഇങ്ങനെ കൊണ്ടുവരുന്നതിനോ ഒരിക്കലും ഒരു മടി കാണിച്ചിട്ടില്ല കേട്ടോ. എന്നിരുന്നാലും ഞാൻ ഇടയ്ക്ക് ചിന്തിക്കും, എനിക്ക് നീലോട്ടിന് മാത്രമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ എനിക്ക് ആരെ ഇത്രയധികം ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ലായിരുന്നു എന്നുള്ളത്. അങ്ങനെയാണ് പെട്ടെന്നുള്ളൊരു പ്ലാനിൽ എനിക്ക് ചങ്ങനാശ്ശേരിക്ക് വരേണ്ടി വരുന്നതും ഞാൻ അനീഷന്റെ അടുത്ത് ചോദിക്കുന്നത്, ഞാൻ നീലോട്ടിന് മാത്രമായിട്ടൊന്ന് പോയിട്ട് വരട്ടെ, എന്നെ കൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞ ഏകദേശം ഒരു 3 മണിക്കൂറല്ലേ ഉള്ളൂ, ഞാനല്ലാതെ പിന്നെ ആര്. ഇത് 3 മണിക്കൂറുള്ള ജേർണി ആയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും വലിയൊരു ചലഞ്ച് വരുന്നത് വാഷ്റൂമിൽ പോകാനാണ്. ഞാൻ വാഷ്റൂമിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ കയറിയത്. പിന്നെ ഇനിയിപ്പോൾ എനിക്ക് നീലൂട്ടന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. പിന്നെ ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള അമ്മമാരുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും എന്നെ സംബന്ധിച്ചോളം ഇതൊരു വലിയ കാര്യം തന്നെയായിരുന്നു. പണ്ട് ഒറ്റയ്ക്ക് ചെയ്ത കാര്യങ്ങൾ കുഞ്ഞുണ്ടായി കഴിഞ്ഞും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണിത്.